ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും വെറൈറ്റിയാണ്, പക്ഷേ ഇന്ന് ഒരു കൂടുതൽ വെറൈറ്റിയാണ്. നമ്മൾ കോമ്പിനേഷൻ അറ്റാക്കാണ് ചെയ്യാൻ പോകുന്നത്. കോമ്പിനേഷൻ അറ്റാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് 4 ട്രൂപ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. സൂപ്പർ മീറ്റിയർ ഗോളം, അതൊരു 3, മറ്റേ ലാവലൂണ്, ബാർച്ചർ, ഐസ് മിനിയൻ, ഇതെല്ലാം കൂടെ ഈ 4 മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവും, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ നേരെ അറ്റാക്കിലോട്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ഏത് ടൗൺ ഹാൾ 17 കിട്ടും അതിനെ അടിച്ച് പൊട്ടിക്കുന്നു. ഓക്കെ, നമുക്ക് മാക്സിമം ഫുൾ സ്കാർ കിട്ടിയാൽ അത്രയ്ക്ക് അയ്യോ. ഓക്കെ ഗൈസ്, നല്ലൊരു പെർഫെക്റ്റ് മാക്സ് ടൗൺ ഹാൾ 17 കിട്ടിയിട്ടുണ്ട്. നേരെ തന്നെ ഞാൻ വെറുപ്പിക്കാതെ അറ്റാക്ക് തുടങ്ങി. ഓക്കെ, നിങ്ങൾ ഇൻവിസിബിൾ സ്പെൽ ഇടാൻ നേരത്തെ മാക്സിമം ബിൽഡിംഗ് ഒക്കെ കവർ ചെയ്തിടാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഗുഡ്. ടൗൺ ഹാളിൻ്റെ അവിടെ കയറിയിരുന്നെങ്കിൽ ഉപയോഗമായിരുന്നു. എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടൗൺ ഹാളിൽ കയറ്റുക. അയ്യോ. ഓക്കെ, നിലവിൽ സീനില്ല, പക്ഷേ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് ബേസിക്കലി. അയ്യോ വേണ്ടായിരുന്നു, അത് ഒരു ചെറിയൊരു കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഒരു ഇൻവിസിബിൾ സ്പെൽ വേണ്ട. ഓക്കെ, നമ്മൾ ഇനി നേരെ തന്നെ അടുത്ത നമ്മുടെ ട്രൂപ്സൊക്കെ ഇറക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഫണലിംഗ് പോലെ ഞാൻ ബാർച്ചർ സൈഡിൽ കൂടെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം ഒരു ഫണലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ കാസ്റ്റിൽ, വാർഡൻ, കിങ്, 3 മീറ്റിയർ ഗോളം ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ചെറുതായിട്ട് ഐസ് മിനിയൻസ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ബാക്കപ്പ് സപ്പോർട്ടിനാണ് ഇറക്കണേ. ചെറുതായിട്ട് ഇട്ടിട്ട് ഒരു ലാവലൂൺ ഇറക്കിയിട്ടുണ്ട്. വീണ്ടും ചെറുതായിട്ട് ഐസ് മിനിയൻസ് ഇടാണ് ഞാൻ. ബേസിക്കലി ഇത് കുറച്ച് ടാസ്ക്കാണ്. അയ്യോ, എൻ്റെ ഐസ് മിനിയൻസ് ഒക്കെ തീർന്നു ഗൈസ്. ഇനി ഞാൻ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ക്യൂവിൻ്റെ എബിലിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിപ്പോൾ ഹീലേഴ്സാണ് ഉപയോഗിക്കണം. അത് ബേസിക്കലി നല്ലൊരു സാധനമാണ്. വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ലാവലൂൺ ഉണ്ടല്ലേ, ഒരു ലാവലൂൺ അങ്ങ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് റോയൽ ചാമ്പ്യൻ ഇറക്കണോ എന്ന് ചോദിച്ചാൽ നോക്കാം. ഇവിടെ കിങ്ങിന് ബാക്കപ്പായിട്ട് ഞാൻ ഒരു 2 ആർച്ചർ ഇറക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു ബാർച്ചർ ഇറക്കി. ഓക്കെ, നമുക്ക് നോക്കാം ഇത് എത്രത്തോളം സക്സസ് റേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കിങ്ങിന് ഒരു ഇൻവിസിബിൾ സ്പെൽ ഇറക്കിയിട്ട് നേരെ നമ്മുടെ റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ, റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അയ്യോ ഗൈസ്, എവിടെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഫുൾ സ്റ്റാർ കിട്ടത്തില്ല. എല്ലാ ബിൽഡിങ്ങിൻ്റെ ഹാഫ് വെച്ച് ഹെൽത്ത് ഉണ്ട്. സോ ബേസിക്കലി കിങ്ങിനെ കൊണ്ട് അത് താങ്ങുമെന്ന് തോന്നുന്നില്ല. കിങ് 92. എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഓക്കെ ഗൈസ്, കുഴപ്പമില്ല. നമുക്കൊരു 92 ആണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം ബാഡ് ഇല്ലാത്ത ഒരു സാധനമാണ്. ഫസ്റ്റ് കോമ്പിനേഷൻ അറ്റാക്കാണ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ വെറൈറ്റി സാധനങ്ങളൊന്നും വെച്ചൊന്ന് കോമ്പിനേഷൻ അറ്റാക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ട്രൂപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ തന്നെ നമ്മുടെ അടുത്ത അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഏത് ടൗൺ ഹാൾ 17 ആണോ, വീണ്ടും പഴയ പോലെ ഏത് ടൗൺ ഹാൾ 17 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ടൗൺ ഹാൾ 17. ഓക്കെ, ബേസിക്കലി മോണോലിത്ത്. ഓക്കെ ഗുഡ്. ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ആക്കാനാണ് പ്ലാൻ. ഓക്കെ, റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇൻവിസിബിൾ സ്പെല്ല് ഞാൻ ഇടുന്ന ആ ടൈമിങ് നിങ്ങൾ നോക്കുക. ഒരു ബിൽഡിംഗ് പകുതി ആകുമ്പോഴാണ് ഞാൻ മറ്റേ ബിൽഡിംഗ് കൂടെ കവർ ചെയ്തിടണേ. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റിയും ആ ഇൻവിസിബിൾ സ്പെല്ലും. അയ്യോ ചുമച്ചതും. ഓക്കെ ഗൈസ്, സീനില്ല. ഞാൻ കുറച്ച് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ചെറുതായിട്ട് ടൈമിംഗ് തെറ്റിയതും അടിച്ചു പോയി. വീണ്ടും ഞാൻ റോയൽ ചാമ്പ്യനെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ട് പോകുന്നു ഗൈസ്. എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ടൗൺ ഹാളാണ്, പക്ഷേ റോയൽ ചാമ്പ്യൻ ഇനി ടൗൺ ഹാളൊന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. നൈസ്. ഓക്കെ ഗൈസ്, റോയൽ ചാമ്പ്യൻ അതോടെ ഡെഡ്. അപ്പോൾ ഇനി നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ടൗൺ ഹാളിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. ചെറുതായിട്ട് ക്ലീനിങ്ങിന് വേണ്ടി ബാർച്ചറിനെ അങ്ങോട്ടും 2-3 ഇറക്കിയിട്ടുണ്ട്. നേരെ ഞാൻ ഇനി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഇറക്കി വാർഡൻ, കിങ്, ക്വീൻ, 3 മീറ്റർ, പിന്നെ കുറച്ച് ബാർച്ചർ, 2-3 ഐസ് മിനിയൻസ് ചെറുതായിട്ട് ഇറക്കി. വീണ്ടും കുറച്ച് ബാർച്ചർ, ഒരു ലാവലൂണ്, ഐസ് മിനിയൻസ് അങ്ങനെ നിലവിൽ ഒരു സീനും ഇല്ലാതെ ഇറങ്ങി പോകുന്നുണ്ട്. കിങ്ങിൻ്റെ എബിലിറ്റി ഇടാനുള്ള സമയമായി. വാർഡൻ്റെ എബിലിറ്റി ഇട്ടിട്ടുണ്ട്, കിങ്ങിൻ്റെ എബിലിറ്റി ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ ഇൻവിസിബിൾ സ്പെല്ല് കാരണം എൻ്റെ ഓക്കെ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യൂവിൻ്റെ ഹീലേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവിടെ ഒരു സീനും ഇല്ലാതെ പോകുന്നുണ്ടെങ്കിലും ചെറിയൊരു സീന് വരുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് ഇനി ഒരു ഐസ് മിനിയനും കൂടെ ഉണ്ട്. നമുക്ക് മൾട്ടി ആർച്ചർ ടവറിൻ്റെ നേരെ വന്നിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു സീനും ഇല്ലാതെയാണ് പോകുന്നത്. നിലവിൽ ഒരു കുഴപ്പമില്ല. 2 ബാർച്ചറുണ്ട്, പക്ഷേ എവിടെ ഇറക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഓക്കെ, ഇനി ക്യൂനും കൂടെ മാത്രമേ ഉള്ളൂ. ക്യൂനും നമ്മുടെ വാർഡൻ. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ റോയൽ ചാമ്പ്യൻ അങ്ങ് ചത്തുപോയി. കുഴപ്പമില്ല. എന്തായാലും ഗൈസ്, ഇതൊരു 3 സ്റ്റാർ ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് ചോദിച്ചാൽ ടൈമിങ്ങിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ടൈം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഓക്കെ, കിട്ടും. ലാസ്റ്റ് ഒരു ബിൽഡിംഗ് കൂടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് റീസ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി ഈ സ്ട്രാറ്റജി കൊള്ളാം. നിങ്ങളിപ്പോൾ മാത്രമേ ഈ ട്രൂപ്സ് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ഇതാണ് 3 മീറ്റർ കോളം, ഒരു 2 ലെവലോട്, 22 ബാർച്ചർ, പിന്നെ 21 ഐസ് മിനിറ്റ്സ് ഉപയോഗിച്ച് കളിച്ച് നോക്കുക. ഞാൻ ചുമ്മാ കളിച്ചതാണ്, നല്ല പോലെ ഒരു ഔട്ട്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. വീണ്ടും ഇതേപോലെ പുതിയ സ്ട്രാറ്റജീസ്, വേറെ ഗെയിംസിൻ്റെ വീഡിയോ എല്ലാം ഇടുന്നതായിരിക്കും. വീണ്ടും കാണുന്നത് വരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. ശരി ഗൈസ്, ബൈ.